നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കും. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പരിപാടി അവസാനിപ്പിക്കുന്നുവെന്ന് സംഘാടകർ അറിയിച്ചു. കുഴഞ്ഞു വീണ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ സ്ഥലത്തെത്തി. അരുൺ പാറക്കലുണ്ട് ഇപ്പോൾ കാസർഗോഡ് നിന്ന്. അരുൺ, നിലവിൽ ഈ പരിപാടി ഉപേക്ഷിച്ച് അവിടെ നിന്ന് ആളുകൾ പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ, അതോ നിലവിൽ എന്താണ് സ്ഥിതി? ഉന്മേഷ്, 8 മണിക്കാണ് ഹനാൻ ഷായുടെ മ്യൂസിക് പ്രോഗ്രാം അത് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഈ വലിയ ആൾക്കൂട്ടം ഈ പ്രദേശത്തേക്ക് എത്തി. ഇപ്പോൾ ഇത് കാസർഗോഡ് നഗരത്തിലാണ്. കാസർഗോഡ് നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ മൈതാനത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കേവലം 10,000 ആളുകൾക്ക് മാത്രമേ അവിടെ നിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ 50,000-ഓളം ആളുകൾ ആ പരിപാടിക്ക് എത്തി. അത് വലിയ സംഘർഷത്തിലേക്ക് നയിച്ചു. അത് മാത്രമല്ല, ആളുകൾക്ക് ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് പോലും അകത്തേക്ക് കയറാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടായി. ജില്ലാ പോലീസ് മേധാവി YB വിജയ് ഭാരത് റെഡ്ഡി തന്നെ നേരിട്ട് ഈ സ്ഥലത്തേക്ക് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റു. ഈ തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ 20-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അരമണിക്കൂർ മാത്രമാണ് ഈ വൈകി തുടങ്ങിയ പരിപാടി അരമണിക്കൂർ മാത്രമാണ് നടന്നത്. അതിനുശേഷം സംഘർഷാവസ്ഥ രൂക്ഷമായതോടുകൂടി പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പരിപാടി അവസാനിപ്പിച്ചിട്ട് 1 മണിക്കൂറിലധികം സമയമായി ഉന്മേഷ്. ഇപ്പോഴും ഈ ആളുകൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഈ പോലീസ് ലാത്തി വീശി ആളുകളെ ഓടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ കടക്കുകയാണ്. ഇപ്പോഴും കൂടുതൽ ആളുകൾ ഇവിടെ സംഘടിച്ച് നിൽക്കുന്നുണ്ട്. അവർ പോകാൻ തയ്യാറാവുന്നില്ല. ഇത് NH-66 താഴെയുള്ള സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ബ്ലോക്കായി ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉണ്ടായി നിൽക്കുകയാണ്. ആളുകളും ഇവിടെയുള്ള ജനങ്ങളും അതുപോലെ തന്നെ പോലീസും ഏറെ പ്രയാസപ്പെട്ടാണ്, ഏറെ പണിപ്പെട്ടാണ് ഈ ആളുകളെയൊക്കെ ഇവിടെ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമം നടക്കുന്നത്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നാണ് പ്രതിസന്ധിക്ക് കാരണമായത്. വലിയ തിക്കും തിരക്കും വലിയ തിക്കും തിരക്കുമുണ്ടായി. അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഉന്മേഷ്, അരുൺ പാറക്കലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡാണ് ഹനാൻ ഷായുടെ പരിപാടിക്കിടെ വലിയ തിക്കും തിരക്കും ഉണ്ടായത്. ചില ആളുകൾ കുഴഞ്ഞ് വീഴുന്ന സാഹചര്യം ഉണ്ടായി. ആരംഭിച്ചെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ പരിപാടി നിർത്തുകയാണെന്ന് സംഘാടകർ അറിയിച്ചു. അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടായതുകൊണ്ട് തന്നെ പോലീസിന് ഇടപെടേണ്ടി വന്നു. ചിലരെയൊക്കെ പോലീസിന് അവിടെ നിന്ന് വിരട്ടി ഓടിക്കേണ്ടി വരികയും ചെയ്തു. ഇപ്പോഴും ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവരെ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ പാറക്കൽ തുടരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. അരുൺ, ഈ വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്നതും ഈ ഒരു സംഘാടക അലംഭാവം ഉണ്ടായെന്നാണോ കരുതേണ്ടത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അരുൺ? ഉന്മേഷ്, കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആംബുലൻസ് ഉൾപ്പെടെ ആ പരിപാടി നടന്ന ഗ്രൗണ്ടിനടുത്തേക്ക് പോവുകയാണ്. ഇത് ഒരു സർവീസ് റോഡാണ്. സർവീസ് റോഡിന് അപ്പുറത്തേക്ക് കടക്കാൻ ഈ വാഹനങ്ങൾക്കും വലിയ പ്രയാസം നേരിടുന്നുണ്ട്. പോലീസ് ആ വാഹനത്തിന്, ആ ആംബുലൻസിന് വഴിയൊരുക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക്, സ്ത്രീകൾക്കുൾപ്പെടെ പരിക്കേൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ആളുകൾ പിരിഞ്ഞു പോകാൻ തയ്യാറാവാത്തതാണ് ഈ പ്രതിസന്ധിക്കൊക്കെ കാരണമാവുന്നത്. ഈ 8:30 പരിപാടി അവസാനിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ സമയം 10:10 ആയിരിക്കുന്നു. ഇതുവരെയും ആളുകൾക്ക് പിരിഞ്ഞു പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ ചെറിയ മൈതാനമാണ്. ആ മൈതാനത്തിന് പുറത്തേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. വലിയ രീതിയിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും പരിപാടി ഇപ്പോൾ സംഘാടകർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ആളുകൾ ഇപ്പോഴും അവിടെ കൂടെ നിൽക്കുന്നുണ്ട്. ഒരു ആംബുലൻസ് ഇപ്പോൾ ആ വേദിക്ക് സമീപത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ കുഴഞ്ഞു വീണ ആളുകൾ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ലഹരിവേട്ട എന്നുള്ള വാർത്ത വരുന്നു. എറണാകുളത്താണ് 2 കോടി രൂപയുടെ ഹാഷ് ഷോയിൽ പിടികൂടിയത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് 4 പേരെ പിടികൂടിയത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാച്ചാണ് ഇപ്പോൾ എറണാകുളത്ത് ഉണ്ടായിരിക്കുന്നത്. വൻ ലഹരിവേട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാം. 2 കിലോ ഹാഷിഷ് ഓയിൽ, അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ 2 കോടി രൂപ വിലമതിക്കുന്ന ഹാഷിഷ് ഓയിലാണ് എറണാകുളം മട്ടമ്മലിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഇതര സംസ്ഥാനക്കാർ തിങ്ങിപ്പറക്കുന്നിടത്തു നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. 2 ഒറീസ സ്വദേശികളാണ് ഈ ഹാഷിഷ് ഓയിൽ എത്തിച്ചതെന്ന്
സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കുന്നുണ്ട്. അവരാണ് ഈ 4 പേരെയും പിടികൂടിയതും ഈ ഹാഷി ഷോയിൽ കണ്ടെടുക്കുകയും ചെയ്തത്. ഇതിൽ 2 പേർ മലയാളികളാണ്. ഈ ഇതര സംസ്ഥാനക്കാരിൽ നിന്ന് ഹാഷി ഷോയിൽ വാങ്ങാനെത്തിയ തേവര സ്വദേശികളാണ് പിടിയിലായ മലയാളികൾ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ കണ്ണികളുണ്ടോ എന്ന അന്വേഷണം എക്സൈസ് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് വിവരം ലഭിക്കുന്നു, സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തേവരയിലേക്ക് എത്തുന്നു. ഈ ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന ഒരു പരിശോധന നടത്തുന്നു. അവിടെ നിന്നാണ് ഈ 2 കിലോ ഹാഷിഷ് ഓയില പിടികൂടിയിരിക്കുന്നത്. അത് കൊണ്ടുവന്നത് ഒറീസയിൽ നിന്നുള്ള 2 ഇതര സംസ്ഥാനക്കാരാണ്. അത് വാങ്ങാനെത്തിയ 2 മലയാളികളും ഇപ്പോൾ അവരെയും പിടികൂടിയിട്ടുണ്ട്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കൊച്ചിയിൽ ഇത്രയും വലിയ ഒരു ലഹരി വേട്ട നടക്കുന്നത്. അതായത് ഈ ന്യൂ ഇയറോടൊക്കെ അനുബന്ധിച്ച് കൊച്ചിയിലേക്ക് ലഹരി വ്യാപകമായി എത്തുന്നുവെന്ന വിവരങ്ങൾ എൻഫോഴ്സ്മെന്റിനും പോലീസിനും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ എത്തിച്ചതാണോ ഈ ലഹരി, അതിനുവേണ്ടി എത്തിച്ചതാണോ ഈ ലഹരി എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. ഇത് ഒരാൾ മുഴുവനായി വാങ്ങി മറ്റിടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ഒക്കെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി എത്തിക്കുന്ന ഒരു പതിവുണ്ട്. അത്തരത്തിൽ എത്തിച്ചതാണോ എന്നുള്ള അന്വേഷണമുണ്ട്. എന്തായാലും വൻ ലഹരി വേട്ടയാണ് ഇപ്പോൾ കൊച്ചി മട്ടമ്മലിൽ നടന്നിരിക്കുന്നത്. ഉന്മേഷ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പോരാട്ട ചിത്രം വ്യക്തമാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ വിമതരെയും അപരന്മാരെയും പിന്തിരിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് പാർട്ടികൾ. നാളെ വൈകിട്ടോടെ മത്സരത്തിന്റെ അന്തിമ ചിത്രം വ്യക്തമാകും. എല്ലാ ജില്ലകളിലും മുന്നണികൾക്ക് തലവേദനയായി വിമതർ രംഗത്തുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം CPIM-ന് 4-ഉം കോൺഗ്രസിന് 3-ഉം വിമതരാണ് മത്സര രംഗത്തുള്ളത്. പാർട്ടിയോട് പിണങ്ങി വിമതരായ ഭൂരിഭാഗം പേരെയും CPIM പുറത്താക്കി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട സമയം വരെ കോൺഗ്രസ് വിമതർക്ക് സമയം നൽകിയിട്ടുണ്ട്. അതിനുശേഷം നടപടി. നാളെ വൈകുന്നേരം 3 മണി വരെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത്. പിന്നെ വിമതരല്ല, പിന്നെ പാർട്ടിക്ക് പുറത്താണ്. പിന്നെ സാധാരണ ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ട്, പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു. ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തകരുടെ ഇലക്ഷന് സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. ഘടകകക്ഷികൾക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ മത്സരിക്കുന്നെങ്കിൽ പിന്മാറണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് കോൺഗ്രസിലെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, കർഷകർ, തൊഴിലാളികൾ, സീനിയർ ലീഡേഴ്സ് ഇവരെല്ലാവർക്കും സീറ്റിന് അർഹതയുണ്ട്. പക്ഷെ എണ്ണത്തിന്റെ പരിമിതിയുണ്ട്. കോട്ടയത്ത് മന്ത്രി VN വാസവനെ പൊതുപരിപാടിയിൽ പുകഴ്ത്തി സീറ്റ് നഷ്ടമായ കോൺഗ്രസ് നേതാവും വിമത സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. പത്തനാപുരത്ത് UDF-ലെ പൊട്ടിത്തെറിയിൽ നേതാക്കൾ ഇടപെട്ടിട്ടും പരിഹാരമായില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് മഞ്ചേശ്വരത്തെ കോൺഗ്രസ് ഓഫീസ് നേതാക്കൾ പൂട്ടി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ 3 സീറ്റും ലീഗിന് നൽകിയതിലാണ് പ്രതിഷേധം. കാസർഗോഡ്, ബെള്ളൂർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സിറ്റിംഗ് സീറ്റുകളിൽ BJP-ക്ക് വിമത സ്ഥാനാർത്ഥികളുണ്ട്. വിമതരായി മത്സരിക്കുന്നവരെ മുസ്ലിം ലീഗും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥികളെ CPIM ഭീഷണിപ്പെടുത്തിയെന്ന DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ ആരോപണം CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തള്ളി. ആളെ കിട്ടുന്നില്ല, അതിനും ഭീഷണി എന്ന നറേറ്റീവാണ്. എന്താ ഭീഷണി? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ആളുകളെ കിട്ടണമെങ്കിൽ നാട്ടുകാരുടെ ഇടയിലും ഇറങ്ങി വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾ വേണം കേട്ടോ. പ്രതിപക്ഷ നേതാവ് അതിന് പറ്റുന്ന കുറച്ച് ആളെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ നോക്ക്. ന്യൂസ് ഡെസ്ക് 24. കാസർഗോഡ് കൊടവലത്ത് വീട്ടുപറമ്പിലെ കുളത്തിൽ വീണ പുലിയെ കൂട്ടിലാക്കിയെന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കൂട് കുളത്തിലേക്ക് ഇറക്കി പുലി അതിലേക്ക് കയറ്റുകയായിരുന്നുവെന്ന് അരുൺ പാറക്കൽ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന CPIM മുൻ ഏരിയ സെക്രട്ടറിക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭീഷണി. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയും എന്നായിരുന്നു ഭീഷണി. ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണനെയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ ജംഷീർ ഭീഷണിപ്പെടുത്തിയത്. ഇനി ഇത് ഏത് ഒടയതമ്പുരാം എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ മാറില്ല. സാക്ഷാൽ ഒടയതമ്പുരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. നിങ്ങളെ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ? തട്ടിക്കൂ. 42 വർഷമായി അട്ടപ്പാടിയിലെ സജീവ CPIM പ്രവർത്തകനാണ് മുൻ ഏരിയ സെക്രട്ടറിയായ VR രാമകൃഷ്ണൻ. 4 ടേമുകളിലായി CPIM സ്ഥാനാർത്ഥിയായി വിജയിച്ച അഗളി പഞ്ചായത്ത് ഒമ്മല 18-ാം വാർഡിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെയാണ് VR രാമകൃഷ്ണൻ വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. പിന്നാലെ ഫോണിൽ ഭീഷണിയെത്തി. പക്ഷേ ഇന്നലെ രാത്രിയിലാണ് ആദ്യം ജംഷീർ എന്നെ വിളിച്ചിട്ട് കുറെ അനാവശ്യം പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ കട്ട് ചെയ്ത്. രണ്ടാമത് വീണ്ടും വിളിച്ച് ഞാൻ ഫോൺ എടുത്ത് ഒരു 8 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് ലാസ്റ്റാണ് പറഞ്ഞത്
നിങ്ങളിത് പിൻവലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഫോൺ കട്ട് ചെയ്യുന്നത്. അതേസമയം ഭീഷണിയല്ല, ഇരുവരും തമ്മിൽ നടന്നത് സൗഹൃദ സംഭാഷണം മാത്രമാണെന്നാണ് ഏരിയ സെക്രട്ടറി എ പരമേശ്വരന്റെ വിശദീകരണം. ജംഷീറിൽ നിന്ന് പാർട്ടി വിശദീകരണം തേടുമെന്നും ഏരിയ സെക്രട്ടറി. വിഷയം അറിഞ്ഞിട്ടില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. രാമകൃഷ്ണനുമായുള്ള പ്രശ്നം എന്റെ ശ്രദ്ധയിൽ വരാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അതിനുള്ള മറുപടി ഇപ്പം തന്നെ പറയും. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആരോട് എങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് വളരെ നന്നായി ജാഗ്രതയോടുകൂടി പെരുമാറേണ്ടവരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അത് മനസ്സിലാക്കാനുള്ള ഒരു നില ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് VR രാമകൃഷ്ണൻ. വിഷയത്തിൽ അഗ്ലി ഡിവൈഎസ്പിക്ക് VR രാമകൃഷ്ണൻ പരാതിയും നൽകി. ആയിഷത്തുൽ ഷംന, 24 പാലക്കാട്. വാർത്താമഴയിലേക്ക് തിരികെ. കൊച്ചിയിൽ കനത്ത മഴ. MG റോഡിലെ പല കടകളിലും വെള്ളം കയറി. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവുമുണ്ട്. 3 മണിക്കൂർ എറണാകുളത്ത് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കാസർഗോഡ് കൊടവലത്ത് വീട്ടുപറമ്പിലെ കുളത്തിൽ വീണ പുലിയെ കൂട്ടിലാക്കി. കൂടെ കുളത്തിലേക്ക് ഇറക്കിയാണ് പുലിയെ കൂട്ടിലേക്ക് കയറ്റിയത്. SIRന്റെ ഭാഗമായി വോട്ടേഴ്സിന്റെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന BLO ആപ്പ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പരാതി. ലോഗിൻ ചെയ്യാനും വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യാനും പ്രതിസന്ധി നേരിടുന്നു എന്നാണ് പരാതി. അതേസമയം BLOമാർക്ക് സമയപരിധി നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ 24നോട് പറഞ്ഞു. വോട്ടറുടെ പൂർണ്ണ വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതിനൊപ്പം ഫോട്ടോയും എന്യൂമറേഷൻ ഫോമും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് SIR ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ചെയ്യേണ്ടത്. എന്നാൽ ആപ്പിൽ ലോഗിൻ ചെയ്യുന്നതിനായുള്ള OTP വെരിഫിക്കേഷൻ പോലും നടക്കുന്നില്ല എന്നാണ് BLOമാർ പറയുന്നത്. സർ, ഇതിൽ ഒന്നാമത്തത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളോട് OTP ആവശ്യപ്പെടുകയാണ്. അങ്ങനെ OTP ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് രണ്ടാമത്തെ പിക്ചർ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ റീസെൻറ്റ് കൊടുക്കും. റീസെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് മൂന്നാമത്തെ പിക്ചർ. റീസെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് OTP 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് OTP വരുന്നത്. ആ OTP അടിച്ചു കഴിയുമ്പോൾ നാലാമത്തെ പിക്ചറിലുള്ള മെസ്സേജാണ് നമുക്ക് വരുന്നത്. ഇത് തുറക്കാനേ കഴിയുന്നില്ല. പുലർച്ചെ മാത്രമാണ് ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നത്. വോട്ടറുടെ വിവരങ്ങൾ പൂർണ്ണമായും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാൻ കഴിയാതെ ഹോം പേജിലേക്ക് പോവുകയോ ലോഗൌട്ട് ആവുകയോ ചെയ്യുന്നുണ്ട്. ആപ്പിനെ സംബന്ധിച്ച പരാതിക്കായി നൽകിയിട്ടുള്ള Google Meet ലിങ്കിലും പലപ്പോഴും പരാതി രേഖപ്പെടുത്താൻ കഴിയാറില്ല. ആപ്പ് പണിമുടക്കിയത് കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ ഡാറ്റ എൻട്രി പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്ന് BLOമാർ പറയുന്നു. അതേസമയം മുൻ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ SIR പൂർത്തിയാക്കുമെന്നും BLOമാർക്ക് നിർബന്ധപൂർവ്വം സമയപരിധി അടിച്ചേൽപ്പിച്ചിട്ടില്ലെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ 24നോട് പറഞ്ഞു. നിർബന്ധമായിട്ട് 26-നുള്ളിൽ തന്നെ ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു നിർദ്ദേശം ആർക്കും ഇല്ല. പരമാവധി നമുക്ക് ചെയ്യണം, എത്ര പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതേ പറയുന്നുള്ളൂ. 24 മലപ്പുറം. പാലത്തായി കേസിൽ വിവാദ പരാമർശവുമായി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ. പ്രതി പത്മരാജൻ ഹിന്ദുവായതുകൊണ്ടാണ് SDPI വിഷയം വിവാദമാക്കിയതെന്ന് പരാമർശം. ഹരീന്ദ്രനെതിരെ മുസ്ലിം ലീഗ് കടുത്ത വിമർശനം ഉന്നയിച്ചു. പ്രസംഗം വിവാദമായതോടെ വിശദീകരണവുമായി P ഹരീന്ദ്രൻ രംഗത്തെത്തി. ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ, അതിനുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ, ഈ കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത, ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി പാനൂരിൽ വെച്ചായിരുന്നു CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രന്റെ വിവാദ പരാമർശം. കേസിൽ CPIM മാത്രമാണ് പെൺകുട്ടിക്കൊപ്പം നിന്നതെന്നും SDPI വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുമായിരുന്നു ഹരീന്ദ്രന്റെ പ്രസംഗം. പ്രസംഗം വിവാദമായതോടെ വിശദീകരണവുമായി P ഹരീന്ദ്രൻ രംഗത്തെത്തി. പാലത്തായി കേസ് സവിശേഷമായ രീതിയിൽ ഇവർ കൈകാര്യം ചെയ്തത് അവരുടെ വർഗീയ താല്പര്യത്തോടു കൂടി തന്നെയാണ് എന്ന പരാമർശമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഞാനെന്തോ മതപരമായ വിദ്വേഷം നടത്തി പരാമർശം നടത്തി എന്നുള്ളത് നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ്. RSSുമായി BJPയുമായി ഈ മേഖലയിൽ നിരന്തരമായിട്ട് സഖ്യമുണ്ടാക്കി പോയിട്ടുള്ള മുസ്ലിം ലീഗും അതുപോലുള്ള ശക്തികളുമാണ്, CPM അല്ല. ഹരീന്ദ്രന്റെ പരാമർശം ദുർവ്യാഖ്യാനിച്ചതാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. RSS ചുരുങ്ങിയത് ഒരു 5 തവണയെങ്കിലും സഖാവ് ഹരീന്ദ്രനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? അത്ഭുതകരമായി രക്ഷപ്പെട്ടാണ് ഓരോ സന്ദർഭങ്ങളിൽ. ആ ഹരീന്ദ്രനെ
നിങ്ങൾ ദയവ് ചെയ്ത് വർഗീയവാദിയാക്കരുത്. പി ഹരീന്ദ്രന്റെ വാക്കുകൾ വർഗീയത ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി. വളരെ കൃത്യമായി ഇടപെട്ടത് തികച്ചും വർഗീയപരമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ശ്രീ ഹരീന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. CPM പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനം, അതിൻ്റെ നേതാക്കൾ ഹരീന്ദ്രൻ പറഞ്ഞത് CPMന്റെ നയമാണോ നിലപാടാണോ എന്നിവർ വ്യക്തമാക്കണം. അതേസമയം പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ BJP നേതാവും അധ്യാപകനുമായ K പത്മരാജനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് സ്കൂൾ മാനേജ്മെന്റ് പുറത്തുവിട്ടു. 24 കണ്ണൂർ. ശബരിമലയിലെ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. സ്പോട്ട് ബുക്കിംഗ് അതത് ദിവസങ്ങളിലെ സാഹചര്യം നോക്കി നിജപ്പെടുത്തും. വെർച്വൽ ക്യൂവിൽ എണ്ണം വർദ്ധിപ്പിക്കുന്ന പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു തള്ളതിന് ശേഷം ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു 70,000-75,000 ആൾ കൂടുതൽ നമ്മൾ വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഭക്തന്മാരും അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്, നോക്കിയിട്ടാണ് വരുന്നത്. ഇത്രയും പേര് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സ്പോട്ട് ബുക്കിംഗ് 5,000 കോടതി പറഞ്ഞെങ്കിലും കോടതി പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തു. നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് 5,000-ഓ 7,000-ഓ. ശബരിമലയിൽ അവധി ദിവസമായിട്ടും ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. ഇതുവരെ ദർശനം നടത്തിയത് 70,000-ൽ താഴെ തീർത്ഥാടകരാണ്. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായി തുടരുന്നു. ഗുണനിലവാര സൂചിക 400-ന് മുകളിലാണ്. വായുമലിനീകരണം കുറയ്ക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നാരോപിച്ച് ഇന്ത്യ ഗേറ്റിന് മുന്നിൽ വിവിധ സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. 39 വായു ഗുണനിലവാര പരിശോധനാ കേന്ദ്രങ്ങളിൽ 14 എണ്ണത്തിലും സൂചിക 400-ന് മുകളിലാണ്. വായുമലിനീകരണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മലിനീകരണ നിയന്ത്രണങ്ങൾ പരിഷ്കരിച്ചു. ഡീസൽ ജനറേറ്ററുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം ഉറപ്പാക്കും. തിരക്കേറിയ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. വായുമലിനീകരണം കൂടുതൽ രൂക്ഷമായാൽ വർക്ക് ഫ്രം ഹോം നൽകുന്നതും പരിഗണനയിലുണ്ട്. ഇതിനിടെ വായുമലിനീകരണം കുറയ്ക്കുന്നതിൽ സർക്കാർ നടപടികൾ പരാജയപ്പെട്ടെന്നാരോപിച്ച വിവിധ സംഘടനകൾ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. പ്രതിഷേധം പോലീസ് തടഞ്ഞതോടെ സംഘർഷമായി. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നുള്ള പൊല്യൂഷന്റെ AQ കുറക്കണം. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന് ഒരു 15-20 സിഗരറ്റ് വലിക്കുന്ന അത്രത്തോളാണ് ഈ വായുമലിനീകരണം കണ്ട് കിട്ടുന്നത്. ഈവൻ സുപ്രീം കോർട്ട് പോലും പറഞ്ഞു കുട്ടികളുടെ ഏറ്റവും വലിയായിട്ടുള്ള സ്കില്ല് വളർത്താനുള്ള സ്പോർട്സ് ഇവന്റ് അതുപോലും പുറത്ത് നടത്താൻ പറ്റില്ല എന്നാണ് ഓർഡർ വന്നത്. എന്നിട്ടും അവകാശത്തിന് വേണ്ടിയിട്ട് ശബ്ദിച്ചിട്ടില്ല. പിന്നെ നമ്മള് ഈ രാജ്യത്തിന്റെ പൗരന്മാരായിട്ട് എന്ത് കാര്യമുള്ളത്? പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 24 ഡൽഹി. വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.